ഈ വലയോളം പ്രതീക്ഷകളുമായാണ് ഓരോ മുന്നണികളും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ടർമാർക്കരികിലേക്ക് എത്തുന്നത്. പക്ഷേ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി എന്നും നടുക്കടലിൽ ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുകയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. ഈ വലയ്ക്കുള്ളിലെ പിടയ്ക്കുന്ന മീനുകൾക്കൊപ്പം ഇവരുടെ പ്രതീക്ഷകളും പച്ചപിടിച്ചു തുടങ്ങുകയാണ്. അവർക്കുമുണ്ട് സ്ഥാനാർത്ഥികളോട് പറയാൻ. മത്സ്യത്തൊഴിലാളികൾ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് കച്ചവടമുണ്ടോ? വളരെ കുറവാണ്. ഇപ്പോഴ് വളരെ ബുദ്ധിമുട്ടുമാണ്. ഒരു 1.5 മാസത്തിന് മേളിലായി. ഇപ്പം വളരെ മീനൊക്കെ വളരെ കുറവാണ്. മീന് ഉള്ള മീനിന് വിലയില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് പോകുന്നത്. ഇപ്പം ഈ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായത്. അല്ലെങ്കിൽ ഈ ഹോട്ടലിലൊക്കെ കച്ചവടം ഉണ്ടാകുമ്പോൾ എല്ലാവരും വന്ന് മീനൊക്കെ എടുക്കാറുണ്ട്. ഡിമാൻഡ് കുറഞ്ഞല്ലേ? ഇപ്പൊ ഡിമാൻഡ് വളരെ കുറവാണ്. ഇപ്പൊ നമുക്കൊരു സീസൺ ആകുന്ന എപ്പോഴാണ് ഇനിയിപ്പം സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അപ്പം നമ്മളെ വേഞ്ഞത്താണ് നമ്മൾ എല്ലാവരും പോകുന്നത്. ഇപ്പം ഇതിപ്പം നല്ല തിര ഉണ്ടാവും. അപ്പൊ 2 മാസം 3 മാസം കഴിഞ്ഞാൽ ഇനി തിര ഉണ്ടാവും. ഇവിടെ ഒന്നും പറ്റൂല ഇനി. പിന്നെ നമ്മൾ 3 മാസത്തിന് ഇനി വേഞ്ഞത്താണ് പണിയുന്നത്. ഇപ്പൊ ഇതൊക്കെ ഈ പണി നിൽക്കും. ഇനി മറ്റേ തട്ടുമിടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്. 2 വള്ള എഞ്ചിൻ ബോട്ടിനാണ് പോണത്. ഇപ്പൊ ഈ പണിയേ ഉള്ളൂ, വേറെ പണിയില്ല. ഇലക്ഷൻ ആണല്ലോ, എന്താണ് സ്ഥാനാർത്ഥികളോടൊക്കെ? വരുന്ന ആൾക്കാർ വരുന്നു പോകുന്നു, അവർ ജയിക്കുന്നു പോകുന്നു. ഇത് തന്നെ. അല്ല മത്സ്യത്തൊഴിലാളി യാതൊരു ആനുകൂല്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ എന്താണ് സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്? ആര് ജയിച്ചാലും ശരി മത്സ്യത്തൊഴിലാളിന് വേണ്ടി നല്ലത് ചെയ്യുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും, മത്സ്യത്തൊഴിലാളി മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുക. അതിപ്പം തിരുവനന്തപുരം സെൻട്രലിലായിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാവരും നല്ല രീതിയിലൊക്കെ ആരോട് നമ്മൾ കടപ്പാടുണ്ടോ അവരോടുകൂടി നമ്മൾ കടപ്പെട്ട് നല്ലവണ്ണം പ്രവർത്തിച്ചു. അതിപ്പോ കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരായിക്കോട്ടെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാനുള്ള ഏതൊരു സ്ഥാനാർത്ഥിയും അത് അടുത്ത പ്രാവശ്യം അവർ ജയിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. അതാണ് ഏറ്റവും മെയിൻ. ആ പ്രതീക്ഷകളാണ് അവർ പങ്കുവെക്കുന്നത്. ആ വാക്കുകളിൽ തന്നെ എല്ലാം ഉണ്ട്. എല്ലാ സ്ഥാനാർത്ഥികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. നിങ്ങളോട് കടപ്പാട് കാണിച്ചവരോട് നിങ്ങൾ തിരിച്ചും കടപ്പാട് കാണിക്കണം എന്ന് ആ മത്സ്യത്തൊഴിലാളികൾ പറയുമ്പോൾ ഈ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പാടുപെടുന്നവർ എത്രമാത്രം വ്യഥയോടെയാണ് അവരുടെ ഓരോ ദൈനംദിന കാര്യങ്ങളും ഈ ഉപജീവനത്തിനായി ഈ മത്സ്യബന്ധനത്തിനായി ഉൾക്കടലിലേക്ക് പോയി അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതെന്ന് അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നല്ല ചാകരക്കാലത്തിനായി. ക്യാമറമാൻ അരുൺ എമ്മിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.